ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് നമുക്കൊരു ബട്ടർഫ്ലൈ തീം കേക്കാണ് കേട്ടോ ചെയ്യാനായിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ വരുന്നത് വൈറ്റും പർപ്പിളും ആയിരുന്നു. പർപ്പിൾ കളർ തന്നെയാണ് കേട്ടോ നമ്മൾ കേക്കിൽ ചെയ്തേക്കുന്നത്. ക്യാമറ ഇഷ്യൂ കാരണമാണ് വേറെ കളർ പോലെ തോന്നുന്നത്. കസ്റ്റമർ തന്നെ കേക്കിൻ്റെ തീമും കളറൊക്കെ അങ്ങ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഒരു ഓർഡർ വരുമ്പോൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഓർഡർ കുറേ നാളായി ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. കാര്യം പല പല കേക്കുകൾ ചെയ്യുന്നെങ്കിലും എനിക്ക് ബട്ടർഫ്ലൈ തീം കേക്കിന് ഓർഡേഴ്സ് പൊതുവെ കുറവാണ്. മറ്റുള്ളവർ ചെയ്യണ കാണുമ്പോൾ അത്രയും ഇഷ്ടം തോന്നാറുണ്ട് അതുപോലെ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഒരു ഓർഡറും കൂടിയാണ് കേട്ടോ ഇത്. ഈ കേക്കും അതിൻ്റെ ഡെസേർട്ട്സ് ഐറ്റംസ് എല്ലാം നമുക്ക് കുറച്ച് ലോങ് ഡെലിവറി ചെയ്യാനായിട്ടുണ്ട്. കൂടെ കുറച്ച് സിക്കിൾസ്, പോപ്സ്, കപ്പ് കേക്ക്സ്, മാക്രോൺസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കേക്കിൻ്റെ ടോപ്പിലായിട്ടും കുറച്ച് മാക്രോൺസ് വെക്കാനായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്രോൺസ് ഒക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ലോങ് ഡെലിവറി ചെയ്യാനായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം തന്നെ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ ഫോക്സ് ബോൾസ്, ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ഒക്കെ ഏകദേശം ഇവിടെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പിൽ നല്ല ഷാർപ്പ് എഡ്ജ് ഏകദേശം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കായിട്ടുള്ള ബാക്കിയുള്ള നോൺ എഡിബിൾ ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് കൊടുക്കാം. ആദ്യത്തിലൊക്കെ ഈ ബോൾസ് കേക്കിൽ കാണുമ്പോൾ ചോക്ലേറ്റ് ബോൾസ് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ബോൾസ് കേക്കിൽ ചെയ്ത് വെക്കുക എന്നുള്ളത്. പിന്നെ ഫോക്സ് ബോൾസ് ഒക്കെ വന്നതിന് ശേഷം വളരെ ഈസിയാണ് കേട്ടോ കേക്കിലേക്ക് വെച്ച്. ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫോക്സ് ബോൾസ്, ബട്ടർഫ്ലൈസ് ഒക്കെ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്ന വീഡിയോ ഞാൻ ക്യാമറ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് ആ പോസ്റ്റ് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മാച്ച് ചെയ്ത കളർ തന്നെ ബട്ടർഫ്ലൈസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ബോൾസ് അവർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗ്രീന്, പർപ്പിൾ എല്ലാ കളറും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പിയോണിയും കൂടി അവർ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ചെയ്ത ഒരു മോഡൽ കേക്ക് തന്നെ കസ്റ്റമർ കളർ ചേഞ്ച് വരുത്തിയിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കേക്കിന് വേണ്ടിയിട്ടുള്ള മാക്കറോൺസ് നമ്മൾ കേക്കിൻ്റെ സെയിം കളർ കോമ്പിനേഷനായ വൈറ്റ് ആൻഡ് പർപ്പിൾ തീമിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതും കൂടി കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൽ വെക്കാനായിട്ടുള്ള ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് നമ്മൾ നേരത്തെ ചെയ്ത് ഓവനിൽ വെച്ച് ഒന്ന് ഡ്രൈ ആക്കി നല്ലോണം സ്റ്റഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ഫോണിൻ്റെ ഡെക്കറേഷൻസും ഇതേപോലെ തന്നെ ഓവനിൽ വെച്ചിട്ടാണ് ഡ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്കിലേക്ക് നമ്മുടെ കയ്യിലൊക്കെ പറ്റി പിടിക്കാതെ തന്നെ ഈസി ആയിട്ട് വെച്ച് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കേക്കിലേക്ക് ഇനി ഫൈനലായിട്ട് വെച്ച് കൊടുക്കാനായിട്ടുള്ളത്. നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയൊരു കേക്കും കൂടിയായിരുന്നു കേട്ടോ. ഓൾറെഡി നമ്മൾ ചെയ്ത ഒരു ഡിസൈൻ കസ്റ്റമർ തന്നെ ഇങ്ങോട്ട് അയച്ചത്, അതിൽ മാത്രം കളർ ചേഞ്ച് മാത്രമാണ് അതിൽ വരുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം പോലെ തന്നെയാണ്. അവർ കേക്ക് കഴിച്ചതിന് ശേഷം നല്ല റിവ്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കൂടാതെ തന്നെ അവർ വേറെ ഓർഡേഴ്സ് കുറേ നമുക്ക് ബുക്കിങ്ങിന് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടിയുടെ പേരൊക്കെ ഇതിലേക്ക് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലെറ്റേഴ്സ് വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ട് വാട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ലെറ്റേഴ്സൊക്കെ മൂവ് ചെയ്യാതെ കറക്റ്റ് ബോർഡിൽ തന്നെ പിടിച്ചിരുന്നോളും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സിക്കിൾസ്, കപ്പ് കേക്ക്സ്, പോപ്സ്, മാക്രോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കേക്കിൻ്റെ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.